108 ദിവസം തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ശ്രീ ചണ്ഡികാ ശാക്തേയ മഹായാഗത്തിൻ്റെ ആത്മീയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വളരെ ചെറുതായിട്ടൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് തുടങ്ങാം. കാരണം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഒരു മുറിയിൽ സ്ഥിരമായി നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ തന്നെ ആ സ്ഥലം പവിത്രമായി തീരുന്നു 108 ദിവസം കൊണ്ട്. ഒരു 108 ദിവസം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ തന്നെ ആ സ്ഥലം പവിത്രമായി തീരുന്നു. അപ്പം 108 ദിവസം അമ്മയെ പൂർണ്ണമായി ആരാധിക്കുന്ന, 4 പാദങ്ങളിലൂടെ അമ്മയെ ആരാധിക്കുന്ന ആ അഗ്നി ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ തീഷ്ണത, അതിൻ്റെ ശക്തി കൂടി വരുന്ന ആ അഗ്നിയിലേക്ക് അമ്മയെ ആവാഹിച്ചുകൊണ്ട്, അമ്മയെ ആരാധിച്ചുകൊണ്ട്, അമ്മയെ അർപ്പിച്ചുകൊണ്ട്, അമ്മയെ ആനന്ദിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ശ്രീ ചണ്ഡികാ ശാക്തേയ മഹായാഗത്തിൽ ഒരു വ്യക്തി എന്താണോ അവൻ്റെ വിഷമം, അദ്ദേഹത്തിൻ്റെ വിഷമം എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്ത് തന്നെ ആയിക്കോട്ടെ, ആ പ്രാർത്ഥന അമ്മയിലേക്ക് പറയാനും ആ വിഷമങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന ഒരു ദിവ്യ കർമ്മമാണ് ശ്രീ ചണ്ഡികാ ശാക്തേയ മഹായാഗം. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം പൂർവജന്മാർജിതമായ ദുരിതങ്ങളാണ് എന്ന് പറയുന്നതിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. പൂർവജന്മാർജിതമായ ദുരിതങ്ങളെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അതൊരു അഗ്നിയിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അപ്പോൾ അഗ്നി എങ്ങനെ? അഗ്നി എന്ന് പറയുന്നത് മന്ത്രസിദ്ധി കൊണ്ടും കർമ്മസിദ്ധി കൊണ്ടും 108 ദിവസം അത് തുടർച്ചയായി പോകുന്ന ആ അഗ്നിയിലേക്കാണ് നമ്മുടെ ആ പൂർവജന്മാർജിതമായ ദോഷങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ ചണ്ഡികാ ശാക്തേയ മഹായാഗം ആത്മീയമായും ഒരു മനുഷ്യന് വളരെയധികം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ദുർവികാരങ്ങളായിക്കോട്ടെ, ദുർവിചാരങ്ങളായിക്കോട്ടെ, ആശങ്കകളായിക്കോട്ടെ, ഭയങ്ങളായിക്കോട്ടെ, അഹങ്കാരമായിക്കോട്ടെ, ഇതിനെയെല്ലാം നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ ഒരു ചടങ്ങാണ് ശ്രീ ചണ്ഡികാ ശാക്തേയ മഹായാഗം.